അമൽ, ഈ കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് സമരം നടത്തുമെന്നായിരുന്നല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. അതിലിപ്പോൾ UDF പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അത് ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു നേരെ കൂടിയാലോചന ഇല്ലാത്തതിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണോ? അഞ്ജിത, ഈ കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു സമരപരിപാടി ഡൽഹിയിൽ നടത്താനായി LDF തീരുമാനിച്ചിരുന്നു. അതിലേക്ക് UDFനെയും ക്ഷണിച്ചുകൊണ്ട് MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അന്ന് ആ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞത് UDFൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്ത ശേഷം ഒന്നിച്ചുള്ള സമരം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ്. ഇത് VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിശദാംശങ്ങളാണ്. ആ കത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഏകപക്ഷീയമായാണ് ഇതിന്റെ തീയതി തീരുമാനിച്ചത് എന്നും ഇത് രാഷ്ട്രീയ മര്യാദയല്ല എന്നും പറഞ്ഞ കത്ത് തുടങ്ങുന്നു. കത്തിൽ എന്തുകൊണ്ട് തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം VD സതീശൻ വിശദീകരിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഈ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഒരു കാരണം കേന്ദ്രം അവഗണിക്കുന്നതാണ് എങ്കിൽ അതിന്റെ മറ്റൊരു കാരണം സംസ്ഥാനത്തെ നികുതി പിരിവുമായി ബന്ധപ്പെട്ട ഭരണവീഴ്ചയാണ്. അതിനാൽ തന്നെ ഇരു കൂട്ടർക്കും ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും എല്ലാം പങ്കുണ്ട്. അതിനാൽ സംയുക്തമായ സമരമില്ല എന്നുള്ളതാണ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതിന് MP ഗോവിന്ദന്റെ മറുപടിയും ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്തരം സമരങ്ങളിൽ ജനങ്ങളുടെ താല്പര്യത്തിനല്ല പ്രതിപക്ഷം മുൻഗണന കൊടുക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മാത്രമാണ്. അതിനാലാണ് അവർ പങ്കെടുക്കാത്തത്. അതുമാത്രമല്ല, ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് രാജ്യത്തെ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഴുവൻ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്ത്. അവർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ വിട്ടുനിൽക്കൽ അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ് CPM. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന കാര്യത്തിൽ വിശദീകരണം നൽകിക്കൊണ്ട് ഒരു കത്തുമയച്ച് ആ ചർച്ച അവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും UDF ചെയ്യുന്നത്. സംയുക്തമായി LDFുമായി ചേർന്ന് സമരങ്ങളില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം ഗൗരവമായ വിഷയമാണ്, കേന്ദ്രത്തിനെതിരായ സമരമാണ്. അപ്പോൾ ഒന്നിച്ച് സമരം വേണോ എന്നുള്ള ചില ആശയക്കുഴപ്പം UDFൽ ഉണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പത്തിന് ഇന്നലെ വൈകുന്നേരം നടന്ന UDF യോഗത്തോടെ പരിസമാപ്തിയായി. പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അഞ്ജിത, ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.